ജുവേരിയ ഷുക്കൂറിൻ്റെ സ്വന്തം കൃഷിത്തോട്ടം. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് എല്ലാവിധത്തിലുള്ള കൃഷികളുമുണ്ട്. സ്റ്റാർ ഫ്രൂട്ടുണ്ട്, അതുപോലെ അന്യം നിന്ന് പോകുന്ന ധാരാളം പഴങ്ങളും പച്ചക്കറികളും ചെടിയിനങ്ങളും മറ്റുമെല്ലാം ഉണ്ട്. കോഴിക്കൂടും മുയലും കൂടും, അതിനിടയ്ക്ക് പൂച്ച വളർത്തലും മീൻ വളർത്തലും എന്ന് വേണ്ട ഈ ഭൂമി മലയാളത്തിലുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും ഈ കൊച്ചു വളപ്പിനുള്ളിൽ അധ്യാപിക വളർത്തുന്നുണ്ട്. റിട്ടയറിന് ശേഷമുള്ള പൊതുജന പ്രവർത്തനങ്ങളും മധ്യത്തിലെ ധാരാളം പ്രവർത്തനങ്ങളും എല്ലാം ഇതിൽപ്പെടും. ഇടയ്ക്ക് കിട്ടുന്ന അല്പം ചില സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് പുള്ളിക്കാരിക്കൊരു മടിയുമില്ല. ഷുക്കൂർ സാർ എല്ലാ തരത്തിലുമുള്ള സഹായങ്ങളും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. സ്റ്റാർ ഫ്രൂട്ടാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഇത് നട്ടു വളർത്തുന്നുണ്ടെങ്കിലും ഇതിന് കാര്യമായി ഉപയോഗം അറിഞ്ഞുകൂടാ. ടീച്ചർ ഇതിൻ്റെ ജ്യൂസും ജെല്ലിയും അതുപോലെ പല സാധനങ്ങളുമുണ്ട്. ധാരാളം അപൂർവമായിട്ടുള്ള ഇനം പുഷ്പങ്ങളും ചെടികളും ഈ മണ്ണിൽ യഥേഷ്ടം വളരുന്നു. കൂടിലും അല്ലാതെയും മട്ടുപ്പാവിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ചും ഒക്കെ ഇവിടെ കൃഷി നടത്തുന്നുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് ഒരുവിധം നന്നായി തന്നെ ഇവിടെ വളരുന്നു. ഒരു വലിയ വൃക്ഷം തന്നെയായിട്ടത് മാറിയിട്ടുണ്ട്. അതിൽ ധാരാളം കായ്കളുണ്ടാകുന്നുണ്ട്. ചാമ്പയുണ്ട്, സാധാരണ രീതിയിലുള്ള വളരെ വലുതും മനോഹരവും ധാരാളം കായ്കൾ ഉള്ളതുമാണ്. മഴക്കാലം തുടങ്ങിയുകൊണ്ടായിരിക്കാം ആളുകളാരും കൂടുതലായിട്ട് അത് പറിച്ച് തിന്നിട്ടില്ല. കുട്ടികളെത്താത്തത് കൊണ്ടായിരിക്കാം ടീച്ചറിനാണെങ്കിൽ അത് പറിക്കാനുള്ള സമയമില്ല. അതൊരു വലിയ മരമാണ്. വീടിനോട് ചേർന്ന് രണ്ട് നില വീടിൻ്റെ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ വൃക്ഷം. ധാരാളം ഫലങ്ങൾ അതിലുണ്ട്. ആരും പറിക്കാനില്ല. പക്ഷികളും അതുപോലുള്ളവയൊക്കെ വന്ന് അവനെ തിന്നാറില്ല. മരപ്പെട്ടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ടീച്ചർ എന്നെ കളിയാക്കി പറഞ്ഞു, തലനാട്ടിൽ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടായിരിക്കുമെന്ന്. എന്നെ വെറും മരപ്പെട്ടി ആക്കിയത് ആയിരിക്കാം ഒരു പക്ഷേ. ഇതാ അപൂർവമായിട്ടുള്ള കുറേ ചെടികളും അതിൻ്റെ ഇത് വളരെ മധുരമുള്ളൊരു ഫലമാണ്. ചെടിയിൽ ധാരാളമായിട്ട് വളർത്തുന്നുണ്ട്. ഇത് കൂടിൽ മണ്ണ് നിറച്ച് ടീച്ചർ നട്ട് വളർത്തുന്നതാണ്. അവയ്ക്ക് വളവും വെള്ളവും ബാക്കി ശുശ്രൂഷകളൊക്കെ യഥാസമയം നടത്തുന്നുമുണ്ട്. ഇത് പന്നൽ ചെടികൾക്ക് തുല്യമായിട്ടുള്ള ടീച്ചർക്ക് ഇതിൻ്റെയൊക്കെ പേരറിഞ്ഞുകൊള്ളും. അതിൻ്റെ വർഗവും കുലവും ഗോത്രവും ജാതകവും ഒക്കെ ജുവേരിയ ടീച്ചർ പറയും. നമുക്ക് ആർക്കും ഇത് മനസ്സിലാകണമെന്നില്ല. ഇത് മറ്റെന്തൊക്കെയോ ചെടികളാണ്, എനിക്കിതിൻ്റെ പേര് അറിഞ്ഞുകൂടാ. ടീച്ചർ ഒരു പക്ഷേ ഇതിന് പല പേരുകളും പറയാം. ബാൾസം ചെടിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് വളരെ അപൂർവമാണ്. വെസ്റ്റേൺ കാട്ടിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ്. ഇവനെയും നമുക്ക് കാട്ടിലൊക്കെ കാണാൻ പറ്റും. വെസ്റ്റേൺ കാട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഈ പുള്ളിയും അങ്ങനെ തന്നെ. ഇവൻ്റെയൊക്കെ ശാസ്ത്രീയമായ പേര് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ടീച്ചറിനോട് ചോദിക്കാം. പക്ഷേ വീടിൻ്റെ ചുറ്റും ഇവയെല്ലാം ഭംഗിയായി അണിനിരന്ന് നിൽക്കുന്ന കാണുമ്പോൾ അവയെ ഒന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്താണ്. മാത്രമല്ല ടീച്ചർ അടുക്കളയിൽ എന്തോ പണിയാണ്. ഇവിടെ ഞാൻ ഈ പടമെടുക്കുന്ന കാര്യം പോലും പുള്ളിക്കാരി അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഡോക്യുമെൻ്റ് ചെയ്യാൻ സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നുമില്ല. ഇതാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ കാക്കപ്പൂ പോലെയുള്ള കുറേ പൂവും ചെടികളും. പക്ഷേ അവനെയൊക്കെ ഒറ്റയ്ക്ക് കാണുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ടീച്ചർ അതൊക്കെ തരം തിരിച്ച് നടന്നുമുണ്ട്. ഉണ്ടോ കാക്കപ്പൂകളുടെ ഒരു ഭംഗി. കാക്കപ്പൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ നമുക്ക് കിഴുക്ക് കിട്ടിയേക്കാം. ടീച്ചറിനെ അതിൻ്റെ പേരറിയത്തുള്ളൂ. ഈ അണ്ടകടാകത്തിലുള്ള മുഴുവൻ സാധനങ്ങളുടെയും പേര് ടീച്ചറിന് അറിയാം. അതുപോലെ തന്നെ അരുമയായിട്ട് തന്നെ വളർത്തുന്നുണ്ട്. ഓരോരുത്തരുടെ സ്ഥാനം അറിയാം. അവർക്ക് എപ്പം വെള്ളം കൊടുക്കണം, എപ്പം തീറ്റ കൊടുക്കണം, എപ്പം പുല്ല് പറിക്കണം, അതെല്ലാം ജുവേരിയ ടീച്ചറിൻ്റെ ഇതാണ്. ഇത് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു കാട്ടിലൊക്കെ കാണുന്നൊരുത്തരം ശരിയാണ്. നാട്ടിലേക്ക് തന്നെ കൊണ്ട് നട്ടതായിരിക്കാം. എന്താണെങ്കിലും വേണ്ടില്ല, ഇവന് ഓർക്കിഡിൻ്റെ കൂട്ടത്തിലൊക്കെ പെടുന്നതായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും പേര് പറഞ്ഞാൽ ഒരു പക്ഷേ ടീച്ചർ അതിന് കോടാലി വെച്ചാലോ ആ ഒരു ഭയം കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഇതാണ് എനിക്ക് കാണാൻ വളരെ ഭംഗിയുണ്ട്. വീടിന് ചുറ്റും ഇതുണ്ട് താനും. പിന്നെ പാമ്പോ പഴുതാരിയോ അതുപോലുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയറിയിരിക്കുമോ, എനിക്കത് അവരോട് ചോദിക്കാൻ പേടിയുണ്ട്. പക്ഷെ ചോദിച്ചിട്ടുമില്ല. അത് നിങ്ങൾ ചിന്തിക്കുക. ഇതാ മുള്ളുണ്ട്, നല്ല പൂക്കളുമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. വീടിന് ചുറ്റും ഇത് വളരെ നന്നായിട്ട് അലങ്കരിച്ച് വളർത്തുന്നുമുണ്ട്.
കണ്ടോ ഓരോ ചെടികളുടെ പൂക്കളുടെയും നിറം വളരെ മനോഹരമാണത്. ടീച്ചറിന് മാത്രമേ ഇതിൻ്റെ പേരറിയാവൂ. ഇതാ വേറൊരു വിദ്വാൻ വിടർന്ന് വന്നതേ ഉള്ളൂ. പക്ഷേ ഇയാളുടെ കുലവും ഗോത്രവും ഒക്കെ പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഇതാ വെളുത്ത ഒരു പാർട്ടി സായിപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു പക്ഷേ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും. ഇത് ചിലപ്പം സാമ്പിയായി നിന്നോ അല്ലെങ്കിൽ വേറെ ഉഗാണ്ടായി നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിന്നോ ആയിരിക്കും. അതെ, ടീച്ചറുടെ ഇടയ്ക്ക് വിദേശയാത്ര നടത്തുന്ന ഒരു പക്ഷേ ഇതിനുള്ള കാര്യങ്ങൾക്കായിരിക്കാം.